ഹായ് ഹലോ എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫി എന്ന ടോപ്പിക്കിലെ ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മണ്ണിനങ്ങൾ അല്ലേ? അപ്പോൾ നമുക്ക് വേഗം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ചെമ്മണ്ണ്, ഓപ്ഷൻ ബി കളിമണ്ണ്, ഓപ്ഷൻ സി ഏക്കൽ മണ്ണ്, ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഏക്കൽ മണ്ണ്. നമുക്കറിയാം ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങളാണ് ഏക്കൽ മണ്ണ്, കളിമണ്ണ്, ചെമ്മണ്ണ്, ക്ഷാരഗുണമുള്ള മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, മരുഭൂമി മണ്ണ്, പീറ്റ് മണ്ണ് തുടങ്ങിയവ. ഏക്കൽ മണ്ണ്, ചെമ്മണ്ണ്, പർവ്വത മണ്ണ്, ക്ഷാരഗുണമുള്ള മണ്ണ്, കളിമണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, മരുഭൂമി മണ്ണ്, അതുപോലെ തന്നെ പീറ്റ് മണ്ണ് എന്നിവ. അതിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് ഏക്കൽ മണ്ണാണ്. എന്താണ് ഏക്കൽ മണ്ണിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണാണ് ഏക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ഇത് തന്നെയാണ്, ഏക്കൽ മണ്ണ് തന്നെയാണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ, അതായത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് ഏത്? ഏക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ഏക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ ഏക്കൽ മണ്ണിന് ഭയങ്കര ഫലപുഷ്ടിയാണ്. ഉയർന്ന ഫലപുഷ്ടിയാണ് ഏത് മണ്ണിനുള്ളത്? ഏക്കൽ മണ്ണിനുള്ളത്. നെല്ല്, ഗോതമ്പ്, കരിമ്പ്, ധാന്യവിളകൾ തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏക്കൽ മണ്ണ്. പൊട്ടാഷ്യന്റെയും ചുണ്ണാമ്പിന്റെയും ഫോസ്ഫോറിക് ആസിഡിന്റെയും അളവ് വളരെ കൂടുതലുള്ള മണ്ണും ഏത് തന്നെയാണ്? ഏക്കൽ മണ്ണ് തന്നെയാണ്. ഏക്കൽ മണ്ണിൽ നൈട്രജൻ അളവ് വളരെ കുറവാണ്, പക്ഷെ വളരെ വളക്കൂറുള്ള മണ്ണാണ് ഏക്കൽ മണ്ണ്. നൈട്രജൻ അളവ് കുറവാണെങ്കിലും വളരെ വളക്കൂറുള്ള മണ്ണാണ് ഏത്? ഏക്കൽ മണ്ണ് എന്ന് പറയുന്നത്. ജൈവാംശവും തരിമണലും കളിമണ്ണും ചേർന്നതാണ് ഏക്കൽ മണ്ണ്. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ്. നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും സമൃദ്ധമായി കാണപ്പെടുന്ന മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഏക്കൽ മണ്ണിന് ഉയർന്ന ഫലപുഷ്ടിയാണുള്ളത്. നെല്ല്, ഗോതമ്പ്, കരിമ്പ്, ധാന്യവിളകൾ തുടങ്ങിയവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത്? ഏക്കൽ മണ്ണ്. പൊട്ടാഷ്യന്റെയും ചുണ്ണാമ്പിന്റെയും ഫോസ്ഫോറിക് ആസിഡിന്റെയും അളവ് വളരെ കൂടുതലുള്ള മണ്ണാണ് ഏക്കൽ മണ്ണ്. ഏക്കൽ മണ്ണിൽ നൈട്രജൻ അളവ് വളരെ കുറവാണ്, പക്ഷേ വളരെ വളക്കൂറുള്ള മണ്ണാണ് അല്ലെ? നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന മട്ടാണ് രൂപപ്പെടുന്ന മണ്ണാണ്. അതുപോലെ തന്നെ ജൈവാംശങ്ങളും തരിമണലും കളിമണ്ണും ചേർന്നതാണ് ഏക്കൽ മണ്ണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ഏക്കൽ മണ്ണ്. രണ്ടാമത്തെ ചോദ്യം, ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് അത് ഏതാണ്? ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ചെമ്മണ്ണ്, ഓപ്ഷൻ ബി കരിമണ്ണ്, ഓപ്ഷൻ സി ചെങ്കൽ മണ്ണ്, ഓപ്ഷൻ ഡി പർവ്വത മണ്ണ്. ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ചെമ്മണ്ണ്. ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത്? ചെമ്മണ്ണ്. കായാന്തർശിലകളും അതുപോലെ തന്നെ പരൽ രൂപശിലകളും പൊടിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണാണ് ചെമ്മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറമാണ്. ചുവപ്പ് നിറത്തിന് കാരണമാകുന്നത് ഏതാണ്? അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. അയൺ ഓക്സൈഡ്. അപ്പൊ ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് അയൺ ഓക്സൈഡ്. നമ്മൾ പറഞ്ഞു അയൺ ഓക്സൈഡ് കൂടുതലായത് കാരണം ചെമ്മണ്ണിന്റെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് അത് ചുവന്ന മണ്ണ് അല്ലെ? ചെമ്മണ്ണാണ്. നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും സാന്നിധ്യം കുറഞ്ഞ മണ്ണാണ് ചെമ്മണ്ണ്. ഇരുമ്പിന്റെ അംശം കൂടുതലും നൈട്രജന്റെയും ഫോസ്ഫറിന്റെയും സാന്നിധ്യം കുറഞ്ഞ മണ്ണും അതേതാണ്? ചെമ്മണ്ണാണ്. ചെമ്മണ്ണിന് താരതമ്യേന ഫലപുഷ്ടി കുറവാണ്. ചെമ്മണ്ണ് പ്രധാനമായും കാണപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഒഡീസ എന്നീ സംസ്ഥാനങ്ങളിലാണ് ചെമ്മണ്ണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഈ മേഖലയിലെല്ലാം നെല്ല്, രാഗി, പുകയില, നിലക്കടല, ഉരുളക്കിഴങ്ങ്, പച്ചക്കറികൾ എന്നിവയ്ക്കാണ് കൃഷി ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഏക്കൽ മണ്ണിന് ഫലപുഷ്ടി കൂടുതലും ചെമ്മണ്ണിന് ഫലപുഷ്ടി കുറവുമാണ് അല്ലേ?
മൂന്നാമത്തെ ചോദ്യം, ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ചുവന്ന മണ്ണ്, ഓപ്ഷൻ ബി കറുത്ത മണ്ണ്, ഓപ്ഷൻ സി ഏക്കൽ മണ്ണ്, ഓപ്ഷൻ ഡി ചെമ്മണ്ണ്. അപ്പോൾ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണ് എന്നിവയെ കുറിച്ച് പറയുകയാണെങ്കിൽ അഗ്നിപർവ്വത അവശിഷ്ടങ്ങളുടെയും ലാവയുടെയും പ്രവാഹത്തിലാണ് കരിമണ്ണ് ഉണ്ടാകുന്നത്. കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് ഡെക്കാൻ പീഠഭൂമി, വിന്ധ്യ സത്പുര നിരകൾ, മാൾവ പീഠഭൂമി എന്നുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഏത് കാണപ്പെടുന്നത്? കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. ഈ കറുത്ത മണ്ണ്, കരിമണ്ണ് എന്നീ മണ്ണിന് വേറെ കുറേ പേരുകളുണ്ട്. റിഗർ മണ്ണ്, ചെർണോസം, റിഗർ മണ്ണ്, ചെർണോസം എന്നീ പേരുകൾ അറിയപ്പെടുന്ന മണ്ണിനുമാണ് കരിമണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനും ഏതാണ്? കരിമണ്ണാണ്. ഡെക്കാൻ ട്രാപ്പ് മേഖലകളിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് കരിമണ്ണ്. പരുത്തിക്ക് പുറമെ കരിമ്പ്, ജോവർ എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണാണ് കരിമണ്ണ്. ഈർപ്പം സംരക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനും ഏത് തന്നെയാണ്? കരിമണ്ണ് തന്നെയാണ്. റിഗർ മണ്ണ്, ചെർണോസം എന്നീ പേരുകൾ അറിയപ്പെടുന്ന കരിമണ്ണ് തന്നെയാണ് ഈർപ്പം സംരക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഏറ്റവും കൂടുതലുള്ള മണ്ണിനം. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. അത് നമ്മൾ പറഞ്ഞതാണ്, പക്ഷെ വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റീസെന്റ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പറയുന്നത് അല്ലേ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? വേഗം നിങ്ങൾക്ക് പറയാം. ഓപ്ഷൻസിന്റെ ആവശ്യമൊന്നുമില്ലാതെ പറയാം, കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞോളൂ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഏക്കൽ മണ്ണ്, ഓപ്ഷൻ ബി കറുത്ത മണ്ണ്, ഓപ്ഷൻ സി ചെമ്മണ്ണ്, ഓപ്ഷൻ സി ലാറ്ററൈറ്റ് മണ്ണ്. ദി റൈറ്റ് ആൻസർ ഈസ് ഏതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്? ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി കറുത്ത മണ്ണ്. റിഗർ മണ്ണ്, ചെർണോസം എന്നീ പേരുകൾ അറിയപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ കരിമണ്ണ്. ആ മണ്ണ് തന്നെയാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം അല്ലെ. ഡെക്കാൻ ട്രാപ്പ് മേഖലയിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം നമ്മൾ പറഞ്ഞു. പരുത്തിക്ക് പുറമെ കരിമ്പ്, ജോവർ എന്നീ വിളകൾക്ക് അനുയോജ്യമായ മണ്ണും ഏത് തന്നെയാണ്? കരിമണ്ണ് അല്ലെങ്കിൽ കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് അല്ലെങ്കിൽ ചെർണോസം തന്നെയാണ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ജലാംശം വളരെ കുറവുള്ള മണ്ണിനം. ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ മരുഭൂമി മണ്ണ്, ഓപ്ഷൻ ബി പർവ്വത മണ്ണ്, ഓപ്ഷൻ സി ചെങ്കൽ മണ്ണ്, ഓപ്ഷൻ ഡി കരിമണ്ണ്. ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനം, ഈ തന്നിരിക്കുന്നവയിൽ ജലാംശം വളരെ കുറവുള്ള മണ്ണിനം ഏതാണ്? ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മരുഭൂമി മണ്ണ് അല്ലെ. ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനം ഏത് തന്നെയായിരിക്കും? മരുഭൂമി മണ്ണ് തന്നെയായിരിക്കും. ഉത്തര മഹാസമുദ്രത്തിലെ മരുസ്ഥലി ബംഗാൾ പ്രദേശത്തിൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത്? മരുഭൂമി മണ്ണ്. ജൈവാംശം കുറഞ്ഞ മണ്ണാണ്, എന്നാൽ അലിയുന്ന ലവണാംശങ്ങൾ കൂടുതലുമായ മണ്ണിനം ഏത് തന്നെയാണ്? മരുഭൂമി മണ്ണ് തന്നെയാണ്. ജൈവാംശം കുറഞ്ഞാലും അലിയുന്ന ലവണാംശങ്ങൾ കൂടുതലുള്ള മണ്ണിനമാണ് ഏത്? മരുഭൂമി മണ്ണ്. ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനമാണ് നമ്മൾ പറഞ്ഞു. ചോളം, ജോവർ, ബജ്ര തുടങ്ങിയ ധാന്യങ്ങളുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് മരുഭൂമി മണ്ണ്. ഓക്കെ, അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, സോയിൽ ഹെൽത്ത് കാർഡ് ഉദ്ഘാടനം ചെയ്ത വർഷം. എന്താണ് സോയിൽ ഹെൽത്ത് കാർഡ്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ കാർഡാണ് ഏത്? സോയിൽ ഹെൽത്ത് കാർഡ് അല്ലേ. അത് സോയിൽ ഹെൽത്ത് കാർഡ് ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ 2015, ഓപ്ഷൻ ബി 2000, ഓപ്ഷൻ സി 1995, ഓപ്ഷൻ ഡി 2005. സോയിൽ ഹെൽത്ത് കാർഡ് ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 2015. സോയിൽ ഹെൽത്ത് കാർഡ് ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 2015 ആണ്. എന്തായിരുന്നു സോയിൽ ഹെൽത്ത് കാർഡ്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ കാർഡാണ് സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത്. സോയിൽ ഹെൽത്ത് കാർഡ് സ്കീം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഉദ്ഘാടനം ചെയ്ത വർഷം 2015 സോയിൽ ഹെൽത്ത് കാർഡുകൾ കർഷകർക്ക് നൽകിയ ആദ്യ സംസ്ഥാനം അത് പഞ്ചാബാണ്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ജൈവാംശം. ജലാംശമല്ല, ജൈവാംശം. നമ്മൾ ജലാംശം വളരെ കുറഞ്ഞ മണ്ണിനം മരുഭൂമി മണ്ണാന്ന് പറഞ്ഞു. ചോദ്യം ശ്രദ്ധിക്കുക, ജൈവാംശം കൂടുതലുള്ള മണ്ണിനം.
ജൈവാംശം കൂടുതലുള്ള മണ്ണിനം. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ എക്കൽ മണ്ണ്, ഓപ്ഷൻ ബി പർവ്വത മണ്ണ്, ഓപ്ഷൻ സി ചെങ്കൽ മണ്ണ്, ഓപ്ഷൻ ഡി ചെമ്മണ്ണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പർവ്വത മണ്ണ്. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണാണ്. ഉത്തരപർവ്വത മേഖലയിലെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് പർവ്വത മണ്ണ്. വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന മണ്ണാണ്. അതുകൊണ്ട് തന്നെ ജൈവാംശം വളരെ കൂടുതലുള്ള മണ്ണിനും ഏത് തന്നെയാണ്? പർവ്വത മണ്ണ് തന്നെയാണ്. തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ആപ്പിൾ, ആപ്രിക്കോട്ട് എന്നിവയുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏത്? പർവ്വത മണ്ണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ലവണാംശം വളരെ കൂടിയ മണ്ണിനം. ലവണാംശം വളരെ കൂടിയ മണ്ണിനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ കരിമണ്ണ്, ഓപ്ഷൻ ബി ചെങ്കൽ മണ്ണ്, ഓപ്ഷൻ സി സലൈൻ മണ്ണ്, ഓപ്ഷൻ ഡി ചെമ്മണ്ണ്. ലവണാംശം വളരെ കൂടിയ മണ്ണിനം ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സലൈൻ മണ്ണ്, അല്ലെങ്കിൽ ക്ഷാരഗുണമുള്ള മണ്ണ്, അല്ലെങ്കിൽ സലൈൻ മണ്ണ്. ലവണാംശം വളരെ കൂടിയ മണ്ണാണ്. സോഡിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും അടങ്ങിയ മണ്ണിനമാണ് ഏത്? സലൈൻ മണ്ണ്, അല്ലെങ്കിൽ ക്ഷാരഗുണമുള്ള മണ്ണ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കേരളത്തിൽ, നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് പറഞ്ഞു? എക്കൽ മണ്ണാണെന്ന് പറഞ്ഞു അല്ലെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ചെങ്കൽ മണ്ണ്, ഓപ്ഷൻ ബി ചെമ്മണ്ണ്, ഓപ്ഷൻ സി പർവ്വത മണ്ണ്, ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ലാറ്ററൈറ്റ് സോയിൽസ് എന്നറിയപ്പെടുന്ന ചെങ്കൽ മണ്ണ് അല്ലേ. ലാറ്ററൈറ്റ് സോയിൽസ്, ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് അല്ലേ. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഖാദർ, ഓപ്ഷൻ ബി ബങ്കർ, ഓപ്ഷൻ സി ബാബർ, ഓപ്ഷൻ ഡി ടെറായ്. പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഖാദർ. പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര് ഏതാണ്? ഖാദർ എന്ന പേരാണ്. അപ്പൊ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നതോ? നമ്മൾ പറഞ്ഞു പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര് ഖാദ്ര എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്ന പേര് എന്താണ്? ബങ്കറാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി എന്ന ടോപ്പിക്കിലെ മണ്ണിനങ്ങൾ എന്ന ടോപ്പിക് എന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? പെഡോജെനിസിസ് എന്നാണ്. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് പെഡോജെനിസിസ് എന്നാണ്. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം പറയുന്നത് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം എന്താണ്? പെഡോളജിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥാപിതമായ വർഷം 1988 ഏപ്രിൽ 16 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ് സ്ഥാപിതമായ വർഷം എന്നാണ്? 1988 ഏപ്രിൽ 16 ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? എക്കൽ മണ്ണ്, ചെമ്മണ്ണ്, പർവ്വത മണ്ണ്, ക്ഷാരഗുണമുള്ള മണ്ണ്, കളിമണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, മരുഭൂമി മണ്ണ്, അതുപോലെ തന്നെ പീറ്റ് മണ്ണ് അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ഏത്? എക്കൽ മണ്ണ് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്താണ് പറഞ്ഞത്? ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അത് ചെമ്മണ്ണാണ് അല്ലെ. ഇരുമ്പിന്റെ അംശം കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെമ്മണ്ണാണ്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണ്? അയേൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് അല്ലെ. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണാണ് കേട്ടോ ചെമ്മണ്ണ്, ഒമിനി ബസ് ഗ്രൂപ്പ്. അതുപോലെ തന്നെ ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേരെന്താണ്? ലാറ്ററൈറ്റ് മണ്ണ് എന്നാണ്. ചെങ്കൽ മണ്ണിന്റെ മറ്റൊരു പേരെന്താണ്? ലാറ്ററൈറ്റ് മണ്ണ് എന്നാണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ് അല്ലെ. കറുത്ത മണ്ണിന് കുറെ അധികം പേരുകളുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒമിനി ബസ് ഗ്രൂപ്പ് ചെമ്മണ്ണ്, ചെങ്കൽ മണ്ണ് അറിയപ്പെടുന്ന വേറൊരു പേര് ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ് അറിയപ്പെടുന്ന കുറെ അധികം പേരുകളുണ്ട്. ഏതൊക്കെയാണ് പേരുകൾ? ഏതൊക്കെയാണ്? റിഗർ മണ്ണ്, ചെർണോസം അല്ലെങ്കിൽ കരിമണ്ണ് എന്നൊക്കെ കറുത്ത മണ്ണ് അറിയപ്പെടുന്നുണ്ട് അല്ലെ. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണാണ്. ജലാംശം കുറഞ്ഞ മണ്ണിനം ഏതാണ്? മരുഭൂമി മണ്ണാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ചെങ്കൽ മണ്ണാണ്. ലവണാംശം വളരെ കൂടിയ മണ്ണ് ഏതാണ്? ക്ഷാരഗുണമുള്ള മണ്ണ് അല്ലെങ്കിൽ സലൈൻ മണ്ണാണ് അല്ലെ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ് അല്ലെ. എന്താണ് പീറ്റ് മണ്ണ്? പീറ്റ് മണ്ണ് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജൈവവസ്തുക്കളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് പീറ്റ് മണ്ണ്. ജൈവവസ്തുക്കളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണാണ് ഏത്?
പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണത്? പീറ്റ് മണ്ണാണ്. ഓക്കെ, മണ്ണിനങ്ങൾ എന്ന ടോപ്പിക്കിൽ, ഇന്ത്യൻ ജോഗ്രഫി എന്ന ടോപ്പിക്കിൽ ഇന്ത്യയുടെ മണ്ണിനങ്ങൾ എന്ന ടോപ്പിക്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേൺ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.